നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്പോർട്സിൻ്റെ ഒരു ISL ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിലെ അവസാന മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും ഫൈനൽ മത്സരം ഇന്ന് 7:30 നടക്കുകയാണ്. ഇരു ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതേപോലെ തന്നെ മുംബൈ സിറ്റി FCയുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്തായാലും ഇരു ടീമുകളും ഇതിനു മുമ്പ് ഈ സീസണിൽ 2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ആദ്യ മത്സരം മുംബൈ സിറ്റി FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമായിരുന്നു. മുംബൈ സിറ്റി FCയുടെ ഹോം മത്സരത്തിൽ മുംബൈ സിറ്റി FC 2 ഗോളുകൾക്ക് വിജയം കരസ്ഥമാക്കുകയാണ്. മോഹൻ ബഗാനായിട്ട് 1 ഗോൾ മാത്രമാണ് തിരിച്ചടിക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ്റെ ഹോം മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 2 ഗോളുകൾക്ക് മോഹൻ ബഗാൻ വിജയിച്ചപ്പോൾ 1 ഗോൾ മാത്രമാണ് തിരിച്ചടിക്കാൻ മുംബൈക്ക് സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ തീപാറുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം മികച്ച താരങ്ങൾ മുംബൈ സിറ്റി FCയിലുണ്ട്. ലലിയൻസ് വലചന്ദ്, ജോർജ് പെരേര, ഡൈസ് എന്നിവരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ മോഹൻ ബഗാനിലാട്ടെ സകല്, അതേപോലെ തന്നെ പെട്ടോറാറ്റോസ്, ജെയ്സൺ കുമ്മിങ്സ് എന്നീ പോലെ വമ്പൻ താരങ്ങൾ നിലനിൽക്കുന്ന ടീമാണ് മോഹൻ ബഗാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം എത്ര ഗോളിന് വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ചാമ്പ്യന്മാരാകാൻ പോകുന്നത് മുംബൈ സിറ്റി FC ആകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഈ സീസൺ തീരുന്നതിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് പല വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും പുറത്താക്കിയിട്ട് പല പുതിയ താരങ്ങളെയും ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിയ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. അതിന് മുന്നോടിയായി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇവാൻ ആശാനെ വരെ പുറത്താക്കിയിരിക്കുകയാണ്. പുതിയ കോച്ച്, അതേപോലെ തന്നെ പുതിയ താരങ്ങൾ എല്ലാവരെയും മാറ്റി പുതിയ പരീക്ഷണം നടത്താൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ സീസണിൽ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ വിദേശ സൈനികം നടത്തുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഓസ്ട്രേലിയൻ ടോപ്പ് ഡിവിഷനായ ലീഗ് ക്ലബായ മെൽബൺ സിറ്റി FCയുടെ പ്രതിരോധ താരമായ കർട്ടിസ് ഗുഡിനെ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ISLലെ മറ്റ് 2 ക്ലബ്ബുകളും താരത്തിനായി രംഗത്തുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയും ഗുഡും സുഹൃത്തുക്കളാണ്. ഇരുവരും ഒന്നിച്ച് മെൽബൺ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2020 കർട്ടിസ് ഗുഡ് ലൂണയോടൊപ്പമുള്ള ചിത്രം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. 31 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം 2018 മുതൽ മെൽബൺ സിറ്റിക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരം മെൽബൺ സിറ്റിക്കായി 117 മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും താരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വരും ദിവസങ്ങളിൽ വിവരം പുറത്തു വരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ലൂണയുടെ സുഹൃത്ത് കൂടെ ആയതുകൊണ്ട് തന്നെ ലൂണ കളിക്കുന്ന ടീമിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്ന് കരുതാം. വീഡിയോ നടത്തുന്നു. താങ്ക് യു ഗായ്സ്.